നമ്മുടെ ചെനക്കത്തൂർ പൂരത്തിന്റെ ഹൈലൈറ്റ് ആയ കുതിരകളി നിങ്ങളെല്ലാരും കണ്ടിട്ടുണ്ടാവൂലേ? ഇനിയിപ്പോ കുതിരകളി കണ്ടില്ല വെച്ചാലും പൂരപ്പറമ്പിൽ നിൽക്കണ കുതിരേനെങ്കിലും നിങ്ങളെല്ലാരും കണ്ടിട്ടുണ്ടാവും. പക്ഷേ ഈ കുതിരയെ കെട്ടിണ്ടാക്കണത് നിങ്ങളെല്ലാരും കണ്ടിട്ടുണ്ടോ? ഞാൻ എന്തായാലും ഇത്ര വർഷക്കാലമായിട്ടും കണ്ടിട്ടില്ല. ഇത് ഫസ്റ്റ് ടൈമാണ് ഇപ്രാവശ്യം ഞാൻ കാണുന്നത്. അന്നാ പിന്നെ എന്നെ പോലെ അത് കാണാത്തവരാരെങ്കിലും ഉണ്ട് വെച്ചാൽ അവർക്ക് കാട്ടി കൊടുക്കാന്ന് വെച്ച ഒരു വീഡിയോ സെറ്റാക്കിയിട്ടുണ്ട്. ഒപ്പം കുതിരയ്ക്ക് തല വെക്കണതും അവിടെ നിന്ന് കേട്ടാറിനെ കുറച്ച് കാര്യങ്ങളും കൂടി ഷെയർ ചെയ്യാന്ന് വിചാരിച്ചേ. പിന്നെ ഈ കുതിരകളുടെ ഉറവിടം എന്ന് പറയണതേ സാമൂതിരി രാജാവിന്റെ പ്രാർത്ഥനയും വഴിപാടുമായിട്ട് അത്രേ. ശരിക്കും പറഞ്ഞാലേ ഈ കുതിരകളി ഒരു യുദ്ധം അത്രേ കേട്ടോ. പടിഞ്ഞാറൻ പന്തിയിലെ 8 കുതിരകളും കിഴക്കൻ പന്തിയിലെ 8 കുതിരകളും. പടിഞ്ഞാറൻ പന്തിയില് 2 സേനാനായകരും 1 രാജ്ഞിയും 1 പണ്ടാരക്കുതിരയും 3 പടയാളിയും 1 കണക്കെഴുത്ത് കുതിരയും. കിഴക്കൻ പന്തിയില് 1 അകമ്പടി കുതിരയും 1 സേനാനായകരും 1 യുവരാജാവും 4 പടയാളികളും 1 ജോത്സ്യനും. പിന്നെ ഈ 16 കുതിരയാണ് ടോട്ടൽ ഉള്ളത്. അതില് സ്ത്രീയെ പ്രതിനിധാനം ചെയ്യാൻ ഇപ്പൊ കാണുന്ന ഈ ഒരു കുതിര, അതായത് കെട്ടിലമ്മ കുതിര മാത്രമേ ഉള്ളൂ കേട്ടോ. ഈ കെട്ടിലമ്മ കുതിരയ്ക്ക് അവകാശികളുണ്ട്. നമ്മറത്ത് തറവാട്ടുകാര്. ഇവർക്ക് എങ്ങനെ ഈ അവകാശം കിട്ടിയെന്നറിയോ? ഇവിടുത്തെ ഈ തറവാട്ടിലെ പണ്ടത്തെ ഒരു കാരണവര് വെളുവക്കോലാതിരി രാജവംശത്തിന്റെ പടനായകനായിരുന്നു അത്രേ. അങ്ങനെയാണ് അവർക്ക് ഈ അവകാശം കിട്ടിയത് കേട്ടോ. പിന്നെ ഈ കുതിര കെട്ടിണ്ടാക്കുക നമ്മുടെ ഒറ്റപ്പാലത്തെ NSS ഇല്ലേ, അതിലാണ് കേട്ടോ. തലേ ദിവസമൊക്കെ പോയാൽ വെറ്റിലെറിയണതും പിന്നെ ഇതിന്റെ പൂർണ്ണ പണി കഴിഞ്ഞിട്ടും ഒക്കെ കാണാൻ കഴിയും. അപ്പൊ ഇനി അടുത്ത കൊല്ലം മുതൽ കാണാത്തവരൊന്ന് കാണാൻ പൊക്കോളൂ കേട്ടോ.